സമരം സമ്പൂർണ്ണ വിജയമായി തന്നെ മുന്നോട്ട് പോകുന്നു. എങ്ങനെ സമരം സമ്പൂർണ്ണ വിജയമായി തന്നെ മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ മാത്രം നടന്ന ഭാരത ബന്ദിന്റെ ആ വിജയകരമായ വിശേഷങ്ങൾ ഞങ്ങളും കുറെ കണ്ടതാണ്. നിങ്ങളും കണ്ടോ? എനിക്ക് എന്റെ ഡ്യൂട്ടി തപ്പടാ ഇത് കഞ്ചാവ് പറഞ്ഞേ. അപ്പൊ ഇത്രയും വീടും ഞാൻ കഞ്ചാവ് എടുക്കുമ്പോ ഞാൻ കഞ്ചാവ് വരണ. ഇതായിരുന്നു ഇന്നലെ കേരളത്തിലെ സഖാക്കന്മാരുടെ അവസ്ഥ. എന്നാലും അവർ വിചാരിച്ചതുപോലെ തന്നെ കുറെയൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനും അവരുടെ പ്രാക്ക് വാങ്ങാനും ഇനി ഒരിക്കലും വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇവരുടെ ചിഹ്നത്തിനിട്ട് കുത്താതിരിക്കാനും വേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ സഖാക്കൾ നിർവഹിച്ചു. കാരണം ഇവര് ഈ ഒരു സമരത്തിന് മുമ്പ് എത്രത്തോളം ഇവർക്ക് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നോ അതിനേക്കാൾ ഒരുപാട് അധികമാണ് ഇപ്പോഴുള്ള ഹേറ്റേഴ്സ്. നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് അവരുടെ അതിക്രമങ്ങളെ കുറിച്ചോ ഈ വീഡിയോസിനെ കുറിച്ചൊന്നും അല്ല. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഭാരത ബന്ദ് കേരളത്തിൽ സഖാക്കന്മാർ നടത്തിയത്. ആ കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ കാണാം കാരണങ്ങൾ. ചിരിക്കരുത്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഡൊണേഷൻസിന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഡൊണേഷൻസിന്റെ മേലാണ് ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കുറച്ച് നാളും കൂടി മുന്നോട്ട് പോകാനായിട്ട് പ്രേക്ഷകരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. അത് വീഡിയോ കണ്ടായാലും ലൈക്ക് ആയാലും കമന്റ് ആയാലും ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. സോ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഇവർ ഈ ഭാരത ബന്ദ് നടത്തിയതെന്നാണ്. ഭാരത ബന്ദ് എന്നാണ് പറഞ്ഞെങ്കിലും രാമകൃഷ്ണനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ പൊതുമധ്യത്തിൽ വന്ന് ഇതെന്തോ വലിയ സംഭവമാണ്, ഇതൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് 2025 നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന നിലയിലൊക്കെ പറയുകയൊക്കെ ചെയ്തെങ്കിലും കേരളത്തിലല്ലാതെ വേറെ എവിടെയും ബന്ദ് എന്ന് പറഞ്ഞൊരു സാധനം ഇന്നാണ് എന്ന് പോലും ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നെ 1-2 പേര് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു. അവിടെയൊക്കെ എല്ലാം നോർമലാണ്, എന്ത് ബന്ധം ഒന്നും അവർ അറിഞ്ഞിട്ടില്ല. എന്റെ കസിൻസ്, അതായത് എന്റെ അമ്മ വീട് കോയമ്പത്തൂരാണ്. എന്റെ കസിൻസ് ഫുള്ള് തമിഴാണ്. അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അവനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടാ ബന്ദ്. അവൻ ബന്ധാ എനിക്ക് ബന്ധാ എതിനെ തെരലിയെങ്ക എന്നാ പറഞ്ഞത്. അവൻ അറിയില്ല ബന്ധാണോ എന്ന്. ഒന്നും അറിയണല്ലോ, ഇവിടെ വണ്ടികളൊക്കെ ഓടണ്ടല്ലോ. ഞാൻ എന്താ ജോലിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. ഈ സ്റ്റാലിനും മോദിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. BJPയും സ്റ്റാലിനും തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ആ സ്റ്റാലിൻ പോലും ഇങ്ങനൊരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുമില്ല. ആഹ്വാനം ചെയ്യുന്നത് പോയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിൽ അതല്ല സ്ഥിതി. അല്ലെങ്കിലും ബംഗാളിൽ നടിച്ചോടിച്ച മാരണങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിച്ച മഹാമനസ്കരായ ആളുകളാണല്ലോ കേരളീയർ. അപ്പൊ കേരളീയർക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റാണ് ഈ പറയുന്ന കുരിശ്, മരക്കുരിശ്. അപ്പൊ ചുമന്നോ. അപ്പൊ കാരണങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ കാരണം, കേന്ദ്ര സർക്കാർ പാസാക്കിയ 4 ലേബർ ബില്ലുകൾ പിൻവലിക്കുക എന്നതാണ് ഇവരുടെ ആദ്യത്തെ ആവശ്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 4 ലേബർ ബില്ലുകൾ ഏതൊക്കെ എന്നതിനെ പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പൊ 4 ലേബർ ബില്ലുകൾ പാസ്സാക്കുന്നത് എവിടെയാണ്? പാർലമെന്റിലാണ്. ഇവിടെ രാജ്യസഭ എംപിമാരും അതേപോലെ ലോക്സഭ എംപിമാരും ഉണ്ട്. ഇവർക്കൊക്കെ ഈ ബില്ലുകൾ പാസ്സാകുമ്പോൾ എന്തെങ്കിലും വിയോജിപ്പ് ഉണ്ടെങ്കിൽ ആ വിയോജിപ്പ് അവിടെ വെച്ച് തന്നെ എതിർപ്പ് രേഖപ്പെടുത്തി അത് പാസ്സാകാത്ത രീതിയിലോ അല്ലെങ്കിൽ പാസ്സായി കഴിഞ്ഞാൽ ഇന്ന കാര്യം ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഒന്നും ചെയ്തില്ല. അവിടെ നിങ്ങളെ എലക്ട് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു സീരിയസ് ആയ ഇഷ്യൂ ആണ് ഈ ലേബർ ബില്ലിൽ ഉള്ളതെങ്കിൽ അവിടെ പഴം വിഴുങ്ങിയിരുന്നിട്ട് ഇവിടെ വന്ന് തെരുവിലിറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനുള്ള ആ ഒരു എന്താ ഔചിത്യബോധമാണ്? എന്താണ് അതിനകത്ത് കണക്ട് ചെയ്യുന്നത്? നിങ്ങൾ തലക്ക് വെളിയിലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. സത്യത്തിൽ കേന്ദ്രത്തിനെതിരെ ഇങ്ങനെ ഒരു സമരം ചെയ്തത് കേന്ദ്രം പോലും അറിഞ്ഞിട്ടില്ല. കേന്ദ്രത്തിനെ ഒരു ചെരുവിരൽ കൊണ്ട് പോലും ഇങ്ങനെ നെക്കാൻ പറ്റാണ്ട് ഇവിടുത്തെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഈ ബില്ല് പിൻവലിക്കപ്പെടും എന്നാണോ രാമകൃഷ്ണൻ സാറേ താങ്കൾ വിശ്വസിക്കുന്നത്? ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് പോവാം. രണ്ടാമത്തെ കാരണം തൊഴിലാളികളുടെ മിനിമം വേതനം 26,000 രൂപ ആക്കുക എന്നുള്ളതാണ്. എന്റെ അമ്മേ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നിയില്ലേ? എന്തൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ആവശ്യമാണല്ലേ. ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യാം ഉറപ്പായിട്ടും. കേന്ദ്ര സർക്കാരിനെതിരെ ഉറപ്പായിട്ടും ചെയ്യണം. കാരണം കേന്ദ്രമാണ് ഇവിടെ തൊഴിലാളികൾക്ക് ഇത്രയും ശമ്പളം കൊടുത്ത് ഈ സംഗതി ചെയ്യേണ്ടത്. സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഒരുപാട് തൊഴിലാളികളെ നമ്മളൊന്ന് എടുത്തു നോക്കാം. നഴ്സുമാര്, അറ്റൻഡർമാര്, അതുപോലെ ശുചീകരണ തൊഴിലാളികൾ, ആരെ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കും. ഇവരുടെയൊക്കെ ഒരു ശമ്പള സ്കെയിൽ കണ്ടിട്ടുണ്ടോ? അത് 8,000 മുതൽ 15,000 വരെയാണ്. 26,000 എന്നൊന്നും അവർക്ക് കൃത്യമായിട്ട് എന്താ പറയാ ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയൊരു എമൗണ്ട്. അതാണ് കേരളത്തിലെ അവസ്ഥ. ഇനി കേരള സർക്കാർ ജീവനക്കാരുടെ കാര്യം എടുത്ത് നോക്കിയോ. അവർക്കാണെങ്കിൽ DA കുടിശ്ശികയാണ്. 18% കുടിശ്ശികയാണ്. ലീവ് സറണ്ടർ ഇല്ല, ശമ്പള പരിഷ്കരണമില്ല. എന്നിട്ടും ഇവിടെയുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് പ്രതികരിക്കേണ്ട. രാമകൃഷ്ണനും കൂടെയുള്ള ഈ പറഞ്ഞ കുട്ടി സഖാക്കൾക്കും ആർക്കും തെരുവിലിറങ്ങണ്ട. എന്നാൽ കേന്ദ്രത്തില് കേന്ദ്ര ജീവനക്കാർക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ശമ്പളം മുടക്കമില്ല, DA 1 രൂപ പോലും പെൻഡിങ് ഇല്ല. അവരവരുടെ തൊഴിലാളികളെ കൃത്യമായിട്ടാണ് കരുതുന്നത്. എന്നിട്ട് ഇവിടെ സ്വന്തം തൊഴിലാളികൾക്ക് ഒരു മണ്ണാങ്കട്ടയും കൊടുക്കാത്ത ഇവര് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നു. ആരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട്? തെരുവിലിറങ്ങി ജോലി ചെയ്യാൻ അന്നന്നത്തെ എണ്ണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യുന്നു. എന്നിട്ട് എന്താ അവർ പറയുന്നത്?
നിങ്ങളൊക്കെ ബൂർഷകളാണ്, നിങ്ങളൊക്കെ തൊഴിലാളികൾ, നിങ്ങളൊക്കെ തൊഴുത്തിൽ കുത്തികളാണെന്ന്. ഈ സമരം ചെയ്ത് അടപ്പിക്കാൻ വരുന്ന ആ മാന്യദേഹങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? നേതാക്കന്മാരെന്ന് പറയുന്ന കുറെ പേരെ കണ്ടായിരുന്നു. ഇവരൊക്കെ എന്തെങ്കിലും ഒരു തൊഴില് ലൈഫിൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ എല്ലാ തൊഴിലും ചെയ്യുന്നത് ബംഗാളികളാണ്, നമുക്കറിയാലോ. ഇന്നലെ ഈ ബന്ദ് നടക്കുമ്പോ അവരിവിടെ കടയും തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഒരു സഖാവിനെയും പേടിയില്ല. അവരിതൊക്കെ കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. അവിടെ എന്തായിരുന്നു അവസ്ഥ? അവിടെ കുറെ കാലം ബംഗാള് ശരിക്കും ഒരു ജയില് പോലെയായിരുന്നു, എല്ലാ പാർട്ടിയുടെ കയ്യില. അതായത് വോട്ട് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് പോയിട്ട് നമ്മുടെ വോട്ട് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നിടത്തേ കുത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും ബിസിനസ് സ്ഥാപനമാണെങ്കിൽ പാർട്ടിയുടെ പേരില്, സ്കൂള് പാർട്ടിയുടെ പേരിൽ, ഇതെല്ലാം പാർട്ടിയുടെ കൺട്രോളിൽ മാത്രമാണ് ആയത്. അങ്ങനെ ബംഗാള് തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസക്കുറവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വലഞ്ഞു. നേതാക്കന്മാരെ വീർത്തു. ഒരുപാട് കേഡർ നേതാക്കന്മാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവസാനം സഹികെട്ട ജനം വോട്ടിൽ ഇവരെ തോപ്പിച്ച് ഇവന്മാരുടെ കൊടിയും കീറി പറിച്ചു കളഞ്ഞ് ഇവന്മാരെ നല്ലപോലെ പഞ്ഞി കിട്ടും. ഇടിച്ച് ഓടിച്ച് ശരിക്കും പറഞ്ഞ നാട്ടിൽ നിന്ന്. നമുക്കറിയാം അവിടെ നിന്ന് കുറെ കേഡർമാരും ഈ സെക്രട്ടറിമാരും ഒക്കെ വന്ന് ഇപ്പൊ ഇവിടെ പൊറോട്ട അടിക്കുന്നുണ്ട്. ബംഗാളിലെ ജനം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാതൃകയാണ്. നമ്മളും അവസാനം ഈ അവസ്ഥയിലൊക്കെ തന്നെ എത്തും. അള മുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണല്ലോ. അത് സഹാക്കന്മാർക്ക് ഇന്നലെ തന്നെ മനസ്സിലായിട്ടുണ്ട്. 2-3 കട്ടി കിട്ടിയില്ലേ ആവശ്യത്തിന് ഡാമേജിനനുസരിച്ച് നോക്കി വെച്ചിരിക്കുക ആൾക്കാര്. നിങ്ങൾ ആളധികം കൊണ്ടുവന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ, ഒറ്റക്ക് വരാൻ ധൈര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും 2 കാലിൽ നടന്നു പോവില്ല. കാരണം ആളുകൾ അത്രയ്ക്ക് ഉന്നി ഇരിക്കുക കൈപ്പാങ്ങ് കിട്ടാൻ വേണ്ടി. അപ്പൊ നമുക്ക് 3ാമത്തെ കാരണത്തിലേക്ക് പോയാലോ? വീണ്ടും പറയാ, ചിരിക്കരുത്. 3ാമത്തെ ആവശ്യം കേന്ദ്ര സർക്കാർ താൽക്കാലിക നിയമനങ്ങൾ നിർത്തലാക്കണം എന്നതാണ്. ഇവിടെ പഞ്ചായത്ത് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഞാനിവിടെ തൃപ്പൂണിത്തുറയിലെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ 1 മാസത്തോളം നടുവേദനയ്ക്ക് ചികിത്സയ്ക്കായിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം ലാസ്റ്റ്. നല്ല നടുവിന് പ്രശ്നം, നടക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഞാൻ അവിടെ കിടന്നിട്ടുള്ള ചികിത്സയാണ്. എന്നെ മസാജ് ചെയ്ത മസാജ് തെറാപ്പിസ്റ്റ് ആവട്ടെ, അവിടെ ക്ലീനിങ് ജോലിക്ക് വരുന്നവരായിക്കോട്ടെ, എല്ലാവരും തന്നെ താൽക്കാലിക ജീവനക്കാരാണ്. കുറെ നാളായിട്ട് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിയമനങ്ങൾ നടത്തുന്നില്ല, സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നാണ് പറയുന്നതെന്ന് അവർ എന്നോട് പറഞ്ഞു. നിയമനങ്ങൾ ആവശ്യത്തിന് ഇല്ലാത്ത കൊണ്ട് തന്നെ ആളുകൾക്ക് 2-3 ഡ്യൂട്ടികൾ ഒരുമിച്ച് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു ദിവസം പോലും ലീവില്ല. ഇവൻ സ്ത്രീകളായിട്ടുള്ള മസാജ് തെറാപ്പിസ്റ്റുകൾ അവർ നിന്നിട്ടാണ് മസാജ്. നമുക്കറിയാലോ, ഒരു മസാജ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എന്തോരം പ്രഷർ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പീരിയഡ്സിന്റെ ടൈമിൽ പോലും അവർക്ക് ലീവ് എടുത്തിരിക്കാൻ പറ്റുന്നില്ല. ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് എണ്ണത്തോണിയിൽ പീരിയഡ്സ് ഉണ്ടെങ്കിൽ തൊടില്ല. കാരണം ദൈവപരമായിട്ടാണ് ആയുർവേദം, അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്. ആ തോണിയിൽ കിടക്കുന്ന ആളെ പീരിയഡ്സ് ഉള്ള ഒരു മസാജ് തെറാപ്പിസ്റ്റ് ആണ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? ആളില്ല. എന്നിട്ട് ഈ താൽക്കാലിക ജീവനക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാമോ? സ്ഥിരപ്പെടുത്തുന്നതിന് തലേ ദിവസം ഇവരുടെ ജോലി അവസാനിപ്പിക്കും, അതിനുശേഷം വീണ്ടും താൽക്കാലിക നിയമനം കൊടുക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PSC വഴി ആക്കൂ, നിയമനം നടത്തൂ, ആളില്ല എന്ന് എത്ര പറഞ്ഞിട്ടും അവർ ചെയ്തില്ല. ഞാൻ അവിടെ കിടക്കുമ്പോഴാണ് നവകേരള സദസ് എഴുന്നള്ളിച്ചുകൊണ്ട് ഇദ്ദേഹം, നമ്മുടെ മുഖ്യമന്ത്രി, തൃപ്പൂണിത്തുറയിൽ വരുന്നത്. ഈ ആളില്ലാത്ത അവസ്ഥയിലും ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ട് അവർ പോയത്. പ്രാഗിക്കൊണ്ട് എന്റെ മുന്നിൽ എന്ത് ചെയ്യാൻ? ഇയാളെ കൊണ്ട് ശല്യമാണല്ലോ. മനുഷ്യൻ ഇവിടെ നിന്ന് തിരിയാനായിട്ടുള്ള സ്ഥലമില്ല. ആളുകളെ തടവി അത്രയും രോഗികളുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. എന്നിട്ടും ഇയാളുടെ പണിക്ക് പോയി. അതാണ് ഇവിടെ നടക്കുന്നത്. താൽക്കാലിക ജീവനക്കാരെ വെച്ചിട്ടുള്ള കളിയാണ് മൊത്തം. ഇവരാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ താൽക്കാലിക ജീവനക്കാരെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് നിർത്തണം. എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക്? നിങ്ങളെ മണ്ണ് നിന്നുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് വേറെ ആളോട് മണ്ണ് നിന്ന തെറ്റാന്ന് പറയാ? അയ്യോ, ഇത് എന്ത് സ്വഭാവമാണത്? മനുഷ്യന് പറ്റിയതൊക്കെ. ആരോഗ്യ വകുപ്പിൽ ഇവരെല്ലാം ഇപ്പോൾ ജോലി ചെയ്യുന്നത്, ഈ താൽക്കാലിക നിയമനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന പോലും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ, അതിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ താൽക്കാലിക ജീവനക്കാർക്ക് തന്നെ ശമ്പളം കൊടുക്കുന്നത്. ഇവരാണ് ഇത് പറയുന്നത്. കേന്ദ്ര സർക്കാർ 9,000 രൂപ മിനിമം പെൻഷൻ നൽകണം. അതാണ് 4ാമത്തെ ആവശ്യം. ഈ പെൻഷൻ 9,000 രൂപ എന്ന് പറയുന്നത് കൂടുതലല്ല. ഇന്നത്തെ ഒരു വില നിലവാരം വെച്ച് അത് കൂടുതലല്ല എന്നാണ് ഇവര് പറയുന്നത്. 1,100 രൂപ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 രൂപ സെസ് വരെ ഈടാക്കി പെട്രോൾ ഡീസൽ ഇന്ന് പിടിച്ചു പറിച്ച് നമ്മളെ പൈസ വാങ്ങുന്നത്. പെൻഷൻ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര നാളായി പെൻഷൻ കൊടുത്തിട്ട്? ഇവിടെ വയോജനങ്ങളെ പിച്ചച്ചട്ടി എടുത്ത് തെരുവിലിറങ്ങിയതാണ് നിങ്ങൾ പെൻഷൻ കൊടുക്കാഞ്ഞിട്ട്. ജീവിക്കാൻ മാർഗമില്ലെന്ന് പറഞ്ഞ ഒരു അമ്മ മുളക് പൊടി ചോറിലിട്ട് കഴിക്കുന്ന കാഴ്ച എന്റെ മനസ്സിന് ഇപ്പോഴും പോണില്ല. ആ അമ്മ മരിച്ചുപോയി. നിങ്ങൾ പറയാണ് കേന്ദ്രം നിങ്ങൾക്ക് 9,000 രൂപ പെൻഷൻ. ഇപ്പൊ 4 എണ്ണല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ ജനങ്ങളെ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കമ്മികൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉള്ളി വെച്ച പോലത്തെ ഒരു കാര്യമായിരിക്കും, ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമായിരിക്കും. അങ്ങനെയാണ് ഇവർ സമരം ചെയ്യും. കാരണം ഇവരാകെ നിൽക്കുന്നത് ജനങ്ങൾക്കെതിരെ മാത്രമാണ്. ജനങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയത് മനസ്സിലാവും. അപ്പൊ നമുക്ക് അടുത്ത കാരണത്തിലേക്ക് പോവാം. ഇത് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും, പക്ഷെ ചിരിക്കാതെ പിടിച്ചു നിൽക്കണം. കേന്ദ്ര സർക്കാർ വിലക്കയറ്റം നിയന്ത്രിക്കണം. വിലക്കയറ്റം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അത് ഇന്ത്യ മൊത്തം ഭയങ്കര വിലക്കയറ്റമാണ്. അപ്പൊ അതുകൊണ്ട് അത് നിയന്ത്രിക്കണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾക്ക് വിലക്കയറ്റമുള്ള ഒരു സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവർ ഈ തള്ളുന്നത് കേന്ദ്രം ഇത് കുറയ്ക്കണം എന്ന്. ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് എത്ര വിലയെന്ന് അറിയാമോ? 400 രൂപ ലിറ്ററിന്. ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം നിങ്ങളൊന്ന് നോക്കുക. എന്തോരം വെളിച്ചെണ്ണ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു വിലയ്ക്ക്? ഓയിൽ ആയിക്കോട്ടെ, പാം ഓയിൽ ആയിക്കോട്ടെ, വില കുറവൊന്നുമല്ല, എന്നാൽ ഇച്ചിരി കുറഞ്ഞു കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അവര് നോർമലി സാധനങ്ങൾക്ക് വില കൂട്ടും.
ഭക്ഷണത്തിന് വില കൂട്ടും, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു. തീ പിടിച്ച വില എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ആളുകൾ ഇപ്പോഴാണത് കണ്ടറിയുന്നത്. പെട്രോളിനും ഡീസലിനും 2 രൂപ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ സമരമായിട്ട് വരുന്ന ആൾക്കാരായിരുന്നല്ലോ നിങ്ങൾ. ഇപ്പൊ എന്താ നിങ്ങൾ സമരം ചെയ്യാത്തെ? പെട്രോള് ഇപ്പോഴും GST ആക്കാൻ സമ്മതിക്കാത്തത് ആരാണ്? പെട്രോൾ GST വന്ന വില കുറയും നിങ്ങൾക്ക് അറിയാമോ ജനങ്ങൾ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയാമോന്ന് അറിയില്ല. പെട്രോൾ ഇപ്പോഴും കിടക്കുന്നത് ടാക്സ് സിസ്റ്റം, നമുക്കറിയാം GST ആണ് എല്ലായിടത്തും അല്ലെ. നമ്മൾ അടക്കുമ്പോഴത്തേക്കും GST നമ്മൾ കാണാറുണ്ട്. GST എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പകുതി സ്റ്റേറ്റിനും പകുതി സെൻട്രലിനും. അത് ഒന്നിച്ചടച്ചിട്ട് ഇവിടുന്ന് കണക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ വിഹിതം ഇങ്ങോട്ട് തിരിച്ചു തരിക. ഈ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ പെട്രോളിന് ഇപ്പോഴും VAT ആണ്. ഈ GST എന്ന് പറയുന്ന സാധനം വന്നിട്ട് എല്ലായിടത്തും വന്നെങ്കിലും പെട്രോളിന് വന്നിട്ടില്ല. എന്താ കാര്യം? പെട്രോളിന് വന്നു കഴിഞ്ഞാൽ പെട്രോളിന് വില കുറയും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടാക്സ് എമൗണ്ട് ഉണ്ടല്ലോ, അത് കുറയും. അത് കുറയാതിരിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സമ്മതിക്കാതെ, ഇതിൽ കേരളമുണ്ട്, കർണാടകയുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, ഇവരാരും സമ്മതിക്കാതെ പിടിച്ച് കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് കേന്ദ്രം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTന്റെ ഉള്ളിൽ കൊണ്ടുവരാത്തത്. ഇത് ജനങ്ങൾക്കെതിരല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജനങ്ങളോടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വില കുറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് അല്ലെ? അതുപോലും ചെയ്യാതെ ഇപ്പോഴും ടാക്സ് സിസ്റ്റം പോലും മാറ്റി വെക്കാൻ അതിന് പോലും വാശി പിടിച്ച് ജനങ്ങൾക്കെതിരെ നിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇവരെ വില ഉറക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്യുന്ന പോലും സമ്മതിക്കണം. കാണ്ടാമൃഗം രാജിവെച്ച് പോയി എന്നാ കേട്ടത് നിങ്ങളുടെ തോലിക്കട്ടിക്ക് മുന്നിൽ. അടുത്തത് വൻ കോമഡിയാ, സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക. അക്ഷയ സെന്റർ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അക്ഷയ സെന്ററുകൾ, അതുപോലെ ഒരുപാട് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ വരുന്നേക്ക് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഓരോ സർക്കാർ ഓഫീസിന്റെ മുമ്പിൽ പോയിട്ട് റാൻ മൂളി നിൽക്കുക. അവിടുത്തെ തമ്പ്രാന്മാർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരും. സൗകര്യം ഉണ്ടെങ്കിൽ അത് കൈക്കൂലി കൊടുത്തിട്ടാവാം, ജാതീയപരമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിലാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളും. ഇങ്ങനെ പല കാര്യങ്ങളും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയത് അക്ഷയ സെന്ററുകളും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും പോലെ ഈ പറയുന്ന കുത്തക ഇവിടെ നിന്ന് മാറ്റിയപ്പോഴാണ്. കേന്ദ്രം ചെയ്തത് ജനങ്ങൾക്ക് പ്രയോജനമാണോ അല്ലയോ? അക്ഷയ സെന്ററിലുള്ളവർക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അക്ഷയ സെന്റർ മോശമാവില്ല. അക്ഷയ സെന്ററിലുള്ള ആളുകൾ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാനും, കംപ്ലൈന്റ് ചെയ്താൽ ആ ആൾക്കെതിരെ നടപടി എടുക്കും എന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നേ. എല്ലാ അക്ഷയ സെന്ററിലും ചെന്നാൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കയറി അകത്ത് നോക്കിക്കോ. അക്ഷയ സെന്ററിൽ ചെന്നിട്ട് നിങ്ങളോട് അവർ മോശമായിട്ട് പെരുമാറിയെന്നുണ്ടെങ്കിൽ പരാതി പറയാം. നിങ്ങൾക്ക് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസിലെ പോലെ അല്ല, നടപടിയെടുക്കും. കാരണം അവരുടെ സീറ്റ് സ്ഥിരമായിട്ടുള്ള സീറ്റ് അല്ല. മര്യാദ ആളുകളോട് പെരുമാറില്ലെങ്കിൽ പറഞ്ഞിട്ട് അടുത്ത ആളെടുക്കും. അപ്പോൾ അക്ഷയ സെന്റർ നിങ്ങൾക്ക് നല്ലതാണോ അല്ലയോ? നിങ്ങളിപ്പോ എന്ത് കാര്യത്തിന് വേണ്ടി, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ വില്ലേജ് ഓഫീസ് 10 തവണ കയറി ഇറങ്ങി നടന്നതിന് പകരം ഇപ്പൊ നിങ്ങൾ ചെല്ലുന്നു, ഫീസ് അടയ്ക്കുന്നു, അപേക്ഷ കൊടുക്കുന്നു, പിറ്റേ ദിവസം അത് അപ്രൂവൽ ആവുന്നു, അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോയാലും കുഴപ്പമില്ല. ആ ബാർകോഡ് വെച്ചിട്ട് എത്ര വട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് എടുക്കാം. ഈവൻ മാരേജ് സർട്ടിഫിക്കറ്റ് വരെ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. 10 എണ്ണം വേണോ, 20 എണ്ണം വേണോ? പണ്ട് നടക്കുമായിരുന്നോ? ഒരു മുദ്രപത്രം കൊടുക്കണം നിങ്ങൾ എന്ത് സാധനം കിട്ടണമെങ്കിലും, ഇല്ലേ? അപ്പൊ ഇതൊക്കെ മാറിയത് കേന്ദ്രത്തിന്റെ ഈ ഇടപെടലുണ്ടായി. ഇവരുടെ പരിപാടി എന്താ? ഇവർ കുത്തകയുടെ ആൾക്കാരാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മിൽമ ഇവരുടെ മാത്രം വലിയൊരു സംഭവം. പാർട്ടിക്കാർ തന്നെ തലപ്പത്തിരുന്ന് ഭരിച്ച് മുടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മിൽമയുടെ മാത്രം പാല് കുടിച്ചാൽ മതിയെന്നുണ്ടോ? ഇവിടെ വേറെ ഏതെങ്കിലും പാല് ഉൽപ്പന്നങ്ങൾ, നന്ദിനി കുറെ വന്നു, വേറെ ആരെങ്കിലും ഒക്കെ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ഒരുപാട് ചോയ്സസ് ഉള്ളത് ഇഷ്ടമല്ലേ? എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. 10 എണ്ണം കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അതിനകത്ത് ഇഷ്ടമുള്ള എടുക്കാൻ 5 എണ്ണം കാണിക്കുന്നിടത്തെക്കാട്ടും 10 എണ്ണം കാണിക്കുന്നിടത്ത് ആളുകൾ പോകുന്നത്. അതാണ് ചോയ്സസ്. ആ ചോയ്സസ് ഇല്ലാണ്ട് കുത്തകയിൽ നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് കേരള സർക്കാരിന്റെ കീഴിലുണ്ട്. അതിലൊന്നാണ് മിൽമ, രണ്ടാമത്താണ് KCB. എത്ര പ്രൈവറ്റ് കമ്പനികൾ ഇവിടെ കറണ്ട് തരാനായിട്ട് തയ്യാറായി വന്നു. ഇവരെ സമ്മതിക്കുന്നില്ല. ഇവര് ജനങ്ങൾക്കെതിരെയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ KCB പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ, ആ ബില്ലിൽ എഴുതിയേക്കുന്നത് എന്ത് തേങ്ങയൊക്കെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവരുടനെ കട്ട് ചെയ്തുകൊണ്ട് പോകും. നമുക്ക് ആവശ്യമായി പോയി, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ ആയിപ്പോയി. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി ഇവിടെ വേറെ കറണ്ടുമായിട്ട് വന്നു കഴിഞ്ഞ് എടുക്കാൻ ആൾക്കാർ തയ്യാറാ. സോളാർ വന്നപ്പോൾ ആൾക്കാർ ഇറങ്ങിയില്ലേ? 3000 4000 ഒക്കെ കൊടുത്ത് പണ്ടാറടങ്ങണ്ടാന്ന് ഓർത്തോണ്ട് ഓരോരുത്തരും 4, 3, 5 ലക്ഷം ഒക്കെ കൊടുത്ത് വീട്ടിലെ മരമൊക്കെ വെട്ടി സോളാർ വെച്ചത് ഈ കുത്തക നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. നമുക്ക് 150 രൂപയ്ക്കും 500 രൂപയ്ക്കൊക്കെ കറണ്ട് കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമില്ല. 2025 കറണ്ടിന് ഇത്ര വില എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് പുരോഗതിയിലേക്ക് ഇവർ സ്റ്റേറ്റിനെ കൊണ്ടുപോയി. ഇവരൊട്ട് തിന്നേയില്ല, മറ്റുള്ളവരൊട്ട് തീറ്റിക്കുകയില്ല. അതാണ് ഇവരുടെ നയം. അത് തന്നെ കേന്ദ്രവും ചെയ്യണമെന്ന് ഇവർ പറയുന്നത്. എയർ ഇന്ത്യ കേന്ദ്ര സർക്കാരിന്റെ ആയിരുന്നു. ടാറ്റയുടെ കയ്യിൽ പോയതിനു ശേഷം അത് മെച്ചപ്പെട്ടോ ഇല്ലെന്ന് അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ ഉണ്ടായ അപകടമായിട്ട് നിങ്ങൾ അതിനെ താരതമ്യപ്പെടുത്തണ്ട. അപകടം എന്ന് പറയുന്നത് അപകടമാണ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് സംഭവിച്ചു പോകുന്നതാ. അത് അപകടമാണ്. അതിനെ അങ്ങനെ കണക്കാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ഇന്ന് സ്വകാര്യവൽക്കരണത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കമ്പനിയും മെച്ചപ്പെട്ടായിരിക്കുന്നത്. നശിച്ചു പോയെടുത്തുന്നത് അത് അവിടെ എത്തിയത്. അത് സ്വകാര്യവൽക്കരണത്തിനും എടുക്കുക. കുത്തക നിങ്ങളെ പോലുള്ളവർക്ക് പ്രയോജനം ചെയ്യും, പക്ഷെ ഞങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല. അപ്പൊ നമുക്ക് അടുത്ത കാരണത്തിലേക്ക് പോകാം. കേന്ദ്ര സർക്കാർ കർഷക സമരത്തിലെ ഉറപ്പ് പാലിക്കുക എന്നതാണ് ഇവർ പറയുന്നത്. കൃഷി വകുപ്പിന് കേന്ദ്ര സർക്കാർ മാസം അനുവദിച്ചിരിക്കുന്നത് 200 കോടി രൂപയാണ് കേരളത്തില്. ഈ കാശ് ആരുടെ വായിൽ പോകുന്നു?
നിങ്ങൾ എത്രയെത്ര വാർത്തകൾ കേട്ടു, എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു, എത്ര കർഷകർ ചാനലുകാരുടെ മുമ്പിൽ വന്ന് പറഞ്ഞു നെല്ലിന്റെ പണം പോലും ഞങ്ങൾക്ക് തരുന്നില്ല, വായ്പ അടയ്ക്കാൻ പറ്റുന്നില്ല. വായ്പ എടുക്കുന്നത് എങ്ങനെയാണ്? നെല്ല് കൊണ്ട് കൊടുക്കുമ്പോൾ പൈസ തരാതെ രസീത് തരും. ഈ രസീത് കൊണ്ട് ബാങ്കിൽ കൊടുത്താൽ അവിടെ നിന്ന് വായ്പ തരും. അപ്പൊ കർഷകന്റെ നെല്ലിന്റെ വില എവിടെ? അതിന് പകരം കർഷകൻ ഈ വായ്പ അടച്ചു തീർക്കാനാണ് പിന്നെ നടക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ കർഷകരെ കുടുക്കി വെച്ചിരിക്കുകയാണ് ഇവിടത്തെ കൃഷി വകുപ്പും ഇവിടത്തെ സ്റ്റേറ്റ് സർക്കാരും. കൃഷി വകുപ്പിന് എന്താ പണി? 200 കോടി രൂപ മേടിച്ചിട്ട് എന്തെങ്കിലും പണി കൃഷി വകുപ്പിൽ ആരെങ്കിലും എടുക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയോ നിങ്ങൾ. അവിടുത്തെ എഞ്ചിനീയർമാർ മര്യാദക്ക് ട്രാക്ടറും കാര്യങ്ങളും നന്നാക്കാൻ വർക്ക് ചെയ്യുന്നുണ്ടോ? കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ, വണ്ടികൾ അവിടെ വെറുതെ കിടക്കുന്നു. പാലക്കാടൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടൊക്കെ തന്നെയുള്ള കൃഷി വകുപ്പിന്റെ ഓഫീസേഴ്സിനെ നോക്കിയോ, എത്ര പേര് കൃഷി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക പ്രോത്സാഹനമായിട്ട് നിന്നിട്ടുണ്ട്? എത്ര പേര് സർക്കാർ കൊണ്ടുവരുന്ന ഓരോരോ വിത്തിന്റെ ആയിക്കോട്ടെ, ഇപ്പൊ ചേനയുടെ ഒക്കെ പദ്ധതികളുണ്ട്, സ്റ്റൈപ്പൻഡ് ഒക്കെ ലഭിക്കുന്ന എത്ര പേർക്ക് അറിയാം? നിങ്ങൾക്കൊക്കെ വീടുള്ള ആൾക്കാരല്ലേ? നിങ്ങൾക്ക് ഒരു 5 മൂടോ 10 മൂടോ ചേന വെക്കാനായിട്ടൊക്കെ സ്ഥലമൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ? ആഗ്രഹം ഉണ്ടാവില്ലേ? ഇഷ്ടം ഉണ്ടാവില്ലേ? ഇങ്ങനെയൊക്കെ പദ്ധതികളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? സർക്കാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ പദ്ധതി കൊണ്ടുവരാറുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് വന്ന പദ്ധതിയാണ്. എങ്ങനെയാണ്? ചേന വിത്തിട്ടതിന് ശേഷം കൊട വരുമ്പോൾ ഒരു എമൗണ്ട്, അത് കഴിഞ്ഞ് അത് കാഴ്ചയ്ക്ക് ശേഷം ഒരു എമൗണ്ട്, അങ്ങനെ തന്നെയാണോ പറയുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. കൃഷിയായിട്ടൊന്നും എനിക്ക് വലിയ ബന്ധമില്ല. പക്ഷെ ഇതിന്റെ അറിവിൽ ഞാൻ പറയുവാണ്, ഇങ്ങനെ ഏകദേശം 45,000 രൂപയോളം ഒക്കെ സ്റ്റൈപ്പൻഡ് കിട്ടുന്ന പരിപാടിയുണ്ട്, മീൻ വളർത്തലിനുണ്ട്, അതുപോലെ ഓരോരോ പദ്ധതികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിയാറുണ്ടോ? കരമടച്ച റെസീറ്റ് കൊണ്ടുപോയി നിങ്ങൾ കൃഷി വകുപ്പിൽ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറെ വിത്ത് തരും. പച്ചക്കറിയുടെയും അതുപോലെ കുറച്ച് പൂക്കളുടെ ഒക്കെ വിത്ത് തരും. അപ്പൊ ഇത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? കരമടച്ച റെസീറ്റ് കൊടുത്താൽ പൈസ കൊടുക്കണ്ട, ഇത് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ഇടയ്ക്കിടയ്ക്കാണ് ഈ വിത്തുകൾ വരുന്നത്. ചീര വിത്ത് വരും, സീസൺ അനുസരിച്ച് വിത്തുകൾ വരും. ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? എത്ര പേര് ഇതൊക്കെ പ്രയോജനം? അപ്പൊ ഇതൊക്കെ കാശായിട്ട് ഇവരുടെ വരുന്നുണ്ട്, ജനങ്ങളിലേക്ക് ഇത് എത്തുന്നില്ല. ഒരുപാട് പേർക്ക് അറിയാം. ആർക്കാണെന്ന് അറിയാമോ? കുറെ പാർട്ടിക്കാർക്ക്. അവരാണ് ആദ്യം അറിഞ്ഞുകൊണ്ട് ഇതിന്റെ എല്ലാം ഗുണഭോക്താക്കളായി മാറുന്നത്. സ്വജനപക്ഷപാതം നമ്മൾ എടുത്തെടുത്ത് പറയുന്ന അവരെ അറിയിക്കുള്ളൂ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ, ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ എന്നുള്ളത്. ബാക്കി ആൾക്കാരെ ആരും ഇവരെ അറിയിക്കില്ല. ലൈഫ് മിഷൻ വന്നപ്പോൾ പോലും നിങ്ങൾക്ക് അറിയാലോ ആർക്കൊക്കെയാണ് ആദ്യം പാസ്സായത്, ആർക്കാണ് കിട്ടാത്തത്? പാർട്ടിയോട് എതിർത്ത് നിൽക്കുന്നവർക്ക്. അല്ലാതെ വേറെ ഇപ്പൊ ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി വകുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം പിരിച്ചു വിട്ടിട്ട് 200 കോടി രൂപ കർഷകർക്ക് അക്കൗണ്ടിലേക്ക് പിരിച്ചു കൊടുക്കുക വേണ്ടത്. ഇത്ര കോടി രൂപ ജനങ്ങളുടെ കയ്യിലേക്ക് എത്താതെ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആളുകൾ പറയുകയാണ് കർഷകർക്ക് വേണ്ടി ഇനി കേന്ദ്ര സർക്കാർ കുറെ ഉറപ്പ് കൊണ്ടുവന്നത് പാലിച്ച് അങ്ങ് ഉണ്ടാക്കണമെന്ന്. എന്തുവാന്ന് ആലോചിക്കണം. കേന്ദ്ര ആരോഗ്യ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കണം എന്നതാണ് അടുത്ത ആവശ്യം. PMYG എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിന്റെ ഒരു ആരോഗ്യ പദ്ധതി ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ ആ ഒരു സംഗതി തന്നെയാണ് ഇവർ ഈ പേര് മാറ്റിയിട്ട് കാരുണ്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടപ്പിലാക്കുന്നത്. 2019 മുതൽ ഒരുപാട് പേര് അതിന്റെ പ്രയോജനം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും ഇത് കാരുണ്യ ലോട്ടറിയുടെ സംഭവമല്ലേ? ആയിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോ. ഇപ്പൊ സംഭവം ഇതാണ്. പക്ഷെ അത് ഇവരിവിടെ പറയില്ല. ഒരുപാട് പദ്ധതികൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു ഇനത്തില് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയിൽ നിന്നും പൈസ നൽകിയിട്ടും ഇവർ എത്ര കുടിശ്ശികയാണ് കാരുണ്യ പദ്ധതിയുടെ പേരിൽ മാത്രം നടത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? 1300 കോടി രൂപയുടെ കുടിശ്ശിക. ഏകദേശം 5 ലക്ഷം രൂപ വരെ ഒരാൾക്ക് ലഭിക്കുന്ന, അത്രയധികം ആളുകൾക്ക് പ്രയോജനം ചെയ്തിരുന്ന അത്രയും നല്ലൊരു പദ്ധതിയായിരുന്നു അത്. എത്ര പേര് അതുകൊണ്ട് സുഖപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? കാശില്ലാതെ പോയാലും അവർക്ക് കൃത്യമായ ആരോഗ്യം ലഭിച്ച അതാണ് നശിപ്പിച്ച് 1300 കോടിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. കേന്ദ്രം കൊടുത്ത പൈസയൊക്കെ എന്ത് ചെയ്ത്? അവിടുന്ന് പൈസ കിട്ടിയിട്ടല്ലേ ഈ പദ്ധതി കൊടുത്തുകൊണ്ടിരുന്നത്? എന്ത് ചെയ്ത്? വക മാറ്റി ചെലവഴിച്ച്. നിങ്ങൾ പറയുവാണ് കേന്ദ്ര സർക്കാർ ഇനി ഇവിടുത്തെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരണം. ഇനി മോദി വന്നിട്ടാണ് ആശുപത്രി കെട്ടിടം തള്ളിയിട്ടെന്ന് പറയാതിരുന്നാൽ കൊള്ളാം. അതും നിങ്ങൾ പറയും. 70 വയസ്സ് പ്രായമുള്ള ആളുകൾക്കുള്ള ഒരു ഇൻഷുറൻസ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. വേ വന്ദന എന്നാണ് അതിന്റെ പേര്. അത് നിങ്ങൾ ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? നിങ്ങൾ ആരെങ്കിലും ചെന്ന് ചോദിച്ചപ്പോൾ അത് അവൈലബിൾ അല്ല എന്നല്ലേ കേട്ടിട്ടുള്ളത്? എന്താ കാര്യം? ഈ രാജ്യത്തെ ബാക്കി എല്ലാ സംസ്ഥാനത്തെ ആളുകൾക്കും അത് കിട്ടിക്കഴിഞ്ഞു. വയോജനങ്ങൾക്ക് ചികിത്സ ഫ്രീ ആണ് സർക്കാർ ആശുപത്രിയിൽ. കാരുണ്യം ഉണ്ട്, ഇതുണ്ട്. 70 വയസ്സുള്ളവരാണെങ്കിൽ കാരുണ്യം വേണ്ട, ഇത് മതി. എന്തുകൊണ്ട് കേരളത്തിലില്ല? അത് നടപ്പിലാക്കാൻ കേരള സർക്കാരിന് സൗകര്യം ഇല്ല. അത്രേ അവരത് ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേര് മാറ്റാൻ പറ്റില്ല, മറ്റതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് നേരത്തെയും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ പേര് മാറ്റിയിട്ട് കാശ് ചോദിക്കും, അപ്പോഴത്തേക്ക് ഫണ്ട് ലാപ്സ് ആയിട്ടുണ്ടാവും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അനാസ്ഥ, പണിയെടുക്കാൻ കഴിവില്ലായ്മ, നെഗ്ലിജൻസ്, അതിനൊക്കെ അനുഭവിക്കുന്ന നമ്മളാണ്, പാവപ്പെട്ട നമ്മൾ. എന്നിട്ട് കേന്ദ്ര ആരോഗ്യത്തിന് ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളം കേന്ദ്രഭരണ പ്രദേശം ആയിരുന്നു ഇപ്പോഴെങ്കിൽ ഇതൊന്നും അല്ല ഇവിടെ സംഭവിക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാരുണ്യയുടെ ചികിത്സ കിട്ടും. 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസും കിട്ടും. CPM-ന്റെ കയ്യിലായിപ്പോയി. എന്ത് ചെയ്യാം? ഒന്നും കിട്ടലില്ല. അടുത്തത് ഞാൻ പറയുക, ചിരിക്കരുത്. ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിന് കേന്ദ്ര സർക്കാർ ഭയങ്കര തടയാ. അതുകൊണ്ട് അത് ഇവിടെ നടപ്പിലാക്കണം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ നടപടി എടുക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യം നടപ്പിലാക്കാൻ. TP51 വെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? കാണൂല. കാരണം എന്താ വെച്ചാൽ അത് ഇവിടെ റിലീസായില്ല. എന്തുകൊണ്ടാണ് റിലീസ് ആകാതിരുന്നത്? എന്തുകൊണ്ടാണ് ആർക്കും കാണാൻ പറ്റാതിരുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ പോയി? ഇവരുടെ ഉള്ളു കള്ളികൾ മുഴുവൻ പുറത്തു വരും എന്നുള്ള സംഗതികളിൽ ഇവര് സമ്മതിക്കില്ല. എല്ലാവരോടും കട്ടക്ക് പുറത്തു പറയാൻ യാതൊരു മടിയില്ലാത്ത നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുന്നു അല്ലെ? അടുത്തതാണ് എപ്പിക്. ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ആണ്. ഇതോടുകൂടി ഈ വധം കഴിഞ്ഞിരിക്കുന്നു. അതായത് ജോലി ചെയ്യാനുള്ള അവകാശം അത് ഉറപ്പാക്കുക. അതാണ് ഈ പോയിന്റ്. അതൊരു മൗലിക അവകാശമാണ് കേട്ടോ. ജോലി ചെയ്യാനുള്ള മൗലിക അവകാശം ഒരു വ്യക്തിയുടെ. എനിക്ക് ജോലി ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ച എനിക്ക് ചെയ്യണം. ആ അവകാശം ഉറപ്പിക്കണം.
അതിനുവേണ്ടി ഇന്നലത്തെ സമരം. ഇന്നലെ എത്ര പേർക്ക് ആ അവകാശം കൊടുത്തു? CITU എത്ര പേർക്ക് കൊടുത്തു? മീൻ വിൽക്കാൻ വന്ന പാവപ്പെട്ട മീൻകാരന്റെ കോട്ടയിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും ഓട്ടോറിക്ഷക്കാരന്റെ വരെ കീ എടുത്തോണ്ട് പോയും ബാങ്ക് ഉദ്യോഗസ്ഥരെയും പോസ്റ്റ് ഓഫീസിലുള്ളവരെയൊക്കെ പൂട്ടിയിട്ടും എന്തിന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര വരെ പൂട്ടിയിട്ടും ആരുടെ മൗലിക അവകാശമാണ് നിങ്ങൾ സംരക്ഷിച്ചത്? ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു വന്ന എത്ര KSRTC ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും നിങ്ങൾ ജോലി ചെയ്യാൻ അനുവദിച്ചു? ബുദ്ധിയില്ലാത്ത കുറെ പേർ ആളുകളെ വെറുപ്പിക്കാൻ വേണ്ടി നിരത്തിലിറങ്ങി ആളുകൾ ജോലി ചെയ്യുന്ന അവരുടെ അവകാശത്തെ തടഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനും 2025 പ്രവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഗുണ്ടായുസം കാണിച്ചിട്ട് ഇവർ പറയാണ് ജോലി ചെയ്യാനുള്ള മൗലിക അവകാശം ഉറപ്പുവരുത്തണം കേന്ദ്ര സർക്കാർ. എനിക്ക് പോടെ നിന്റെയൊക്കെ സമരം ഇപ്പോഴേ പൊളിഞ്ഞു. സമരം സമ്പൂർണ്ണ വിജയമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു വിജയമില്ല. ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, അതിപ്പോ ഒരുപാട് താഴേക്ക് പോയിരിക്കുന്നു. അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അതിന് മുമ്പേ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളമുട്ടിയ ആളുകൾ ചിലപ്പോൾ കടിക്കാൻ തുടങ്ങിയാലോ? ഇന്നലെ കണ്ട വീഡിയോ എനിക്ക് അതാ മനസ്സിലായത്. ഒരുപാട് പേരിങ്ങനെ ഉന്നി ഇരിക്കുന്നുണ്ട്. മനുഷ്യനെ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഈ പറയുന്ന സഖാക്കന്മാര് കൂട്ടത്തോടെ ഇറങ്ങി സമരത്തിന് ഇതൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണം, നിങ്ങൾ ഒറ്റയ്ക്ക് പല വഴിക്കും പോകും കേട്ടോ. ഈ ഉപദ്രവിച്ചവരൊക്കെ അത്ര പാവങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രേഡ് യൂണിയന്റെ പേരിൽ ഇവർ കാട്ടിക്കൂട്ടിയ തോന്നിയവാസം, ഇതിന്റെ കാരണം എന്താണ്? എന്തിനാണ് സമരം ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ കാരണങ്ങൾ, നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ ഇതെല്ലാം. സഖാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ, ഒരുത്തനോട് ചോദിക്കാം. എല്ലാത്തിനും ഒരു 5 മിനിറ്റ് നിങ്ങളോട് പറയുന്നുള്ളൂ. ഈ സമരത്തോട് അനുകൂലിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത് അറിയില്ല. എന്താ ഇന്നത്തെ പ്രത്യേകത? എന്താ ഒന്ന് പറഞ്ഞേ. കണ്ടോ, അവൻ അറിയില്ല. അവന്റെ നേതാവ് കൊടിയും വടിയുമായിട്ട് പുറത്തിറങ്ങിയ ആളുകളോട് ഗുണ്ടായുസം കാണിച്ച് അവരെ തടയാൻ പറഞ്ഞു, അവൻ തടഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ ട്രേഡ് യൂണിയൻകാരെയും ഈ പൊളിറ്റിക്സുമാണോ നിങ്ങൾക്ക് ഇനി വേണ്ടത്? എന്റെ ചോദ്യം അതേ ഉള്ളൂ. അപ്പൊ ചിന്തിക്കുക ജനങ്ങളെ, ഈ പൊട്ടന്മാരുടെ കൂടെ നിൽക്കണോ അതോ ബുദ്ധിയുള്ള ആരുടെങ്കിലും കൂടെ നിന്ന് കേരളം മുന്നോട്ട് പോകുന്ന രീതിയിൽ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ സംഭാവനകളുടെ കാര്യം ഒന്നുകൂടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം GPayന്റെ ഒക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സംസാരിച്ചൊരു കാര്യമാണ്. നമുക്കിപ്പോൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ സ്വന്തം ആപ്പുണ്ട്. ഭീം UPI എന്നാണ് അതിന്റെ പേര്. അത് ഭാരതത്തിന്റെ ആപ്പാണ്. അപ്പൊ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ GPay പോലുള്ള എല്ലാം ഉപയോഗിക്കുന്ന എല്ലാം അമേരിക്കൻ ആപ്പുകളാണ്. നമ്മുടെയൊക്കെ വിവരങ്ങൾ വൻതോതിൽ ചോരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഇന്ത്യയുടെ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് നമ്മുടെ രാജ്യത്തെ ടെക്നോളജികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരും. എല്ലാ രാജ്യത്തും അതുണ്ട്, അവരവരുടെ സ്വന്തമുണ്ട്. നമ്മുടെ വിവരങ്ങളും കൂടി കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ടിരിക്കും. ക്വാളിറ്റിയുടെ കാര്യത്തിൽ GPay കാട്ടിയും കിടിലനാണെന്ന് പറയാം. കാരണം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 ആഴ്ച ആയിട്ടുള്ളൂ. പുതിയ ആപ്പാണ്. പക്ഷേ ഇതുവരെ പേയ്മെന്റ് ഫെയിലിയർ വന്നിട്ടില്ല. അത് മാത്രമല്ല, ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യുന്ന പേയ്മെന്റിനൊക്കെ 2 രൂപ 3 രൂപയൊക്കെ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു പ്രോത്സാഹനം പോലെ. ഞാൻ ഭീം ആപ്പിന്റെ റെഫറൽ കോഡ് നിങ്ങൾക്ക് കമന്റിൽ ഇടാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. ഇനി മുതൽ GPayയോടൊപ്പം തന്നെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്. ബെറ്റർ ഏതാണെന്ന് നമുക്ക് ചോയ്സസ് എല്ലാം ഉപയോഗിക്കാമല്ലോ. നമ്മൾ അതിന് വേണ്ടിയിട്ടും കൂടിയല്ലേ ടാക്സ് അടക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്, അതും കൂടി ഉപയോഗിക്കാം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.